നമസ്കാരം. ഇന്ത്യയുടെ ഡിജിറ്റൽ പണമിടപാട് രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന UPI മറ്റൊരു നിർണായക ചുവടുവെപ്പിന് ഇപ്പോൾ ഒരുങ്ങുകയാണ്. വെറുമൊരു പേയ്മെന്റ് സംവിധാനം എന്നതിലുപരി വായ്പ നൽകുന്ന ഒരു പ്ലാറ്റ്ഫോമായി മാറുവാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ UPI. നമ്മൾ കടകളിൽ നിന്നും QR കോഡ് സ്കാൻ ചെയ്ത് നടത്തുന്ന ഇടപാടുകൾ പോലും മാസത്തവണകളായി, അതായത് EMI ആയി അടച്ചു തീർക്കുവാൻ ഉപഭോക്താക്കളെ സഹായിക്കുന്ന പുതിയ ഫീച്ചർ ഉടൻ അവതരിപ്പിക്കുകയും ചെയ്യും. ഈ നീക്കം രാജ്യത്തെ ഡിജിറ്റൽ വായ്പാ രംഗത്തും റീറ്റെയിൽ വിപണിയിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് ഉറപ്പുമാണ്. ഈ പുതിയ ഫീച്ചർ എങ്ങനെയാണ് പ്രവർത്തിക്കുക? കടകളിൽ നിന്നും സാധനങ്ങൾ വാങ്ങുമ്പോൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് EMI ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നതിന് സമാനമായ രീതിയിൽ തന്നെയായിരിക്കും പുതിയ UPI EMI സംവിധാനവും പ്രവർത്തിക്കുന്നത്. ഉദാഹരണത്തിന്, നിങ്ങൾ 50,000 രൂപ വിലയുള്ള ഒരു മൊബൈൽ ഫോൺ വാങ്ങുന്നു എന്ന് കരുതുക. പണമടയ്ക്കുന്നതിനായി കടയിലെ QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ UPI ആപ്പിൽ തുക പൂർണ്ണമായി അടയ്ക്കുവാനുള്ള ഓപ്ഷനൊപ്പം അത് 3, 6, 9 അല്ലെങ്കിൽ 12 മാസത്തെ തവണകളായി അടയ്ക്കുവാനുള്ള EMI ഓപ്ഷനും ദൃശ്യമാകും. ഇതിൽ നിന്ന് അനുയോജ്യമായ ഓപ്ഷൻ നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് പർച്ചേസ് പൂർത്തിയാക്കാം. ബാങ്കുകൾ മുൻകൂട്ടി അനുവദിച്ച ക്രെഡിറ്റ് പരിധി ഉപയോഗിച്ചായിരിക്കും ഈ സൗകര്യം ലഭ്യമാകുക. പേയ്മെന്റ് ആപ്പിൽ നിന്ന് സാമ്പത്തിക പ്ലാറ്റ്ഫോമിലേക്ക് തുടക്കത്തിൽ ബാങ്ക് അക്കൗണ്ടുകൾ തമ്മിൽ പണം കൈമാറാനുള്ള ഒരു എളുപ്പ വഴിയായിട്ടാണ് UPI എത്തിയത്. എന്നാൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അതിൻ്റെ വളർച്ച അതിവേഗവുമായിരുന്നു. റുപേ ക്രെഡിറ്റ് കാർഡുകൾ UPIയുമായി ബന്ധിപ്പിക്കാൻ സാധിച്ചതോടെ ക്രെഡിറ്റ് ഇടപാടുകൾക്കുള്ള വാതിലുകളും തുറന്നു. പിന്നീട് ബാങ്കുകളുമായി സഹകരിച്ച് ഉപഭോക്താക്കൾക്ക് മുൻകൂട്ടി അനുവദിച്ച വായ്പാ പരിധി UPIയുമായി ബന്ധിപ്പിക്കുവാനുള്ള സൗകര്യവും വന്നു. ഈ പരിണാമത്തിലെ അടുത്ത നിർണായക ചുവടുവെപ്പാണ് ഇപ്പോൾ UPI ആയ EMI. എന്തുകൊണ്ടാണ് UPI EMI നിർണായകമാകുന്നത്? ഈ പുതിയ ഫീച്ചർ ഇന്ത്യൻ സാമ്പത്തിക രംഗത്ത് വലിയ സ്വാധീനം ചെലുത്തുവാൻ 2 പ്രധാന കാരണങ്ങളുമുണ്ട്. സാധാരണക്കാർക്കും വായ്പാ സൗകര്യം. ഇന്ത്യയിലെ വലിയൊരു വിഭാഗം ജനങ്ങൾക്കും ഇപ്പോഴും ക്രെഡിറ്റ് കാർഡുകളോ പരമ്പരാഗത ബാങ്ക് വായ്പകളോ ലഭ്യമല്ല. എന്നാൽ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന ഭൂരിഭാഗം പേരും UPI ഉപയോഗിക്കുന്നുമുണ്ട്. ഇവർക്ക് അടിയന്തര ആവശ്യങ്ങൾക്കോ ഗാഡ്ജറ്റുകൾ, ഫർണിച്ചറുകൾ പോലുള്ള വില കൂടിയ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനോ ഈ EMI സൗകര്യം വലിയ സഹായകരവുമാകും. ഇത് സാമ്പത്തിക ഉൾക്കൊള്ളൽ വർദ്ധിപ്പിക്കുകയും ചെയ്യും. വിൽപ്പനയിൽ വൻ കുതിപ്പ്. നിലവിൽ UPI ഇടപാടുകളിൽ ഭൂരിഭാഗവും ചെറിയ തുകയുടേതാണ്. എന്നാൽ EMI സൗകര്യവും വരുന്നതോടെ ഉയർന്ന മൂല്യമുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങുവാനും ആളുകൾ UPI ഉപയോഗിക്കുവാൻ തുടങ്ങും. ഇത് ചെറുകിട വ്യാപാരികൾ മുതൽ വൻകിട e-commerce പ്ലാറ്റ്ഫോമുകൾക്ക് വരെ വിൽപ്പന വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുകയും ചെയ്യും. രാജ്യത്തിൻ്റെ ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്കും ഇത് വലിയ ആക്കം കൂട്ടുകയും ചെയ്യും. പുതിയ വരുമാന സാധ്യതകളും മറ്റ് മാറ്റങ്ങളും UPI EMI സംവിധാനവും ബാങ്കുകൾക്കും ഫിൻടെക് കമ്പനികൾക്കും പുതിയ വരുമാന സ്രോതസ്സുകൾ തുറന്നു നൽകുകയും ചെയ്യും. ഇത്തരം ഇടപാടുകൾക്ക് ഏകദേശം 1.5% വരെ ഇൻ്റർചേഞ്ച് ഫീസ് ഈടാക്കുവാൻ നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പദ്ധതിയും ഇടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഉയർന്ന മൂല്യമുള്ള ഇടപാടുകൾക്കായി UPIയെ സജ്ജമാക്കുന്നതിൻ്റെ ഭാഗമായി NPCI അടുത്തിടെ ചില ഇടപാട് പരിധികളും വർദ്ധിപ്പിച്ചിരുന്നു. ആശുപത്രികളിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും പേയ്മെൻറ്റുകളുടെ പരിധി 1 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷം രൂപയായി ഉയർത്തിയത് ഇതിന് ഉദാഹരണവുമാണ്. ചുരുക്കത്തിൽ, പണം അയക്കാനുള്ള ഒരു മാർഗം എന്നതിലുപരി വായ്പാ നിക്ഷേപം തുടങ്ങിയ സാമ്പത്തിക സേവനങ്ങൾ ഒന്നിക്കുന്ന ഒരു സമ്പൂർണ്ണ പ്ലാറ്റ്ഫോമായി UPI മാറുകയാണ്. UPI EMI ഫീച്ചർ യാഥാർത്ഥ്യമാകുന്നതോടെ ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെൻറ്റ് രംഗം ഒരു പുതിയ യുഗത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. ഇത് സാധാരണക്കാരൻ്റെ സാമ്പത്തിക ആവശ്യങ്ങൾ കൂടുതൽ ലളിതമാക്കുകയും രാജ്യത്തിൻ്റെ ഡിജിറ്റൽ വളർച്ചയ്ക്ക് കരുത്തു പകരുകയും ചെയ്യും.